മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാത്രി 7:15-നാണ് സത്യപ്രതിജ്ഞ. രണ്ടാം മോദി സർക്കാരിൽ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ മന്ത്രിസ്ഥാനത്ത് ഇത്തവണയും തുടരും. TDPയിൽ നിന്ന് രാംമോഹൻ നായിഡുവും പി ചന്ദ്രശേഖറുമാണ് മന്ത്രിസഭയിലേക്ക് എത്തുക. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും LJP നേതാവ് ചിരാഗ് പാസ്വാനും JDS നേതാവ് HD കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ പട്ടിക കൈമാറിയിട്ടുണ്ട്. നിയുക്ത മന്ത്രിമാർക്ക് രാവിലെ 11:30-ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചായ സൽക്കാരം നടത്തും. പുതുതായി വരുന്ന ഒരു വിവരം, ഈ കൈമാറിയ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പേരുമുണ്ട് എന്നാണ്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, ഇത്തവണ ഈ കഴിഞ്ഞ 2014-ലെയും 2019-ലെയും സാഹചര്യമെല്ലാം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ഘടകകക്ഷികൾക്ക് കൂടുതൽ വകുപ്പുകളും മന്ത്രിമാരെയും നൽകിക്കൊണ്ട് മാത്രമേ BJP സർക്കാരിന് അധികാരത്തിൽ വരാൻ, മോദി സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിയൂ. മന്ത്രിമാരാരൊക്കെയാണെന്നത് കാര്യത്തിൽ വ്യക്തതയായോ? സുരേഷ് ഗോപി ഇപ്പോഴും തിരുവനന്തപുരത്തെ വസതിയിൽ തന്നെയുണ്ട്. അദ്ദേഹം യാത്ര തിരിച്ചിട്ടില്ല. പക്ഷേ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മന്ത്രി സ്ഥാനത്തേക്ക് ആരൊക്കെ എത്തും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരം എന്തൊക്കെയാണ്? ഗോപി, ഈ സുരേഷ് ഗോപിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് BJPയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. അവർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണം ലഭിക്കുന്ന മുറയ്ക്കാണ് ഈ അധികാരമേൽക്കാനായിട്ടുള്ള ആളുകൾ അവരുടെ മന്ത്രി സ്ഥാന ലബ്ധിയെ സംബന്ധിച്ചിട്ടുള്ളത് പുറത്ത് പറഞ്ഞു തുടങ്ങുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയും ഇക്കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റ് കരട് ലിസ്റ്റായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, നിയുക്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് എത്തിയത്. അതിൽ ഭേദഗതികൾ നരേന്ദ്രമോദിയുടെ താല്പര്യത്തിനനുസരിച്ച് വരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അത് ചെയ്തതിന് ശേഷം ഈ പട്ടിക കൈമാറിയത് ഇന്ന് രാവിലെ 9 മണിയോടടുത്താണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രകാരമുള്ള പട്ടിക, ആ പട്ടിക കൈമാറുകയും ഒപ്പം ഈ 11:30-ക്ക് ഉള്ള ചായ സൽക്കാരത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 9 മണി മുതലാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ പട്ടിക അനുസരിച്ച് ഔദ്യോഗികമായിട്ട് ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ക്ഷണിക്കാനായിട്ട്, മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണം നൽകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ ആ കാര്യമായിരിക്കാം ഈ വിധത്തിൽ അദ്ദേഹത്തിന് രാവിലെ പുറപ്പെടാൻ സാധിക്കാത്ത കാരണമായിട്ട് മാറിയത്. ഏതായാലും ഇതിൽ BJP നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ MP-മാരോടും, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നിയുക്ത MP-മാരോടും ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. സുരേഷ് ഗോപി ഏത് സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തങ്ങൾക്ക് വ്യക്തതയില്ല എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഏതായാലും അല്പസമയത്തിനകം ഈ വിഷയത്തിലുള്ള ഒരു വ്യക്തത ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. നരേന്ദ്രമോദിയുടെ 3-ാം മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നു. അതനുസരിച്ച് പഴയ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റത്ഭുതമൊന്നും സംഭവിച്ചില്ല. അവരെല്ലാവരും ആ പട്ടികയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പീയൂഷ് ഗോയൽ ഉണ്ടാകും, S ജയശങ്കർ ഉണ്ടാകും, അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടാകും. ഇവരൊക്കെ മാറി നിൽക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ അവരുടെ പേരുകളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോവയിൽ നിന്നുള്ള ശ്രീപദ് നായിക്, അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് ഈ ചായ സൽക്കാരത്തിന് എത്തണമെന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാ പ്രധാനപ്പെട്ട കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെയും നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിർമ്മല സീതാരാമന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അക്കാര്യത്തിലെ പ്രതികരണം തൽക്കാലം അവർ ഒഴിഞ്ഞു മാറുന്നു എന്ന വിധത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതും ഈ ലിസ്റ്റ് ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതി ഭവൻ പ്രസിദ്ധീകരിച്ചേക്കും. അവിടുത്തെ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു 12 മണിയോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ മന്ത്രിമാരുടെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ലഭ്യമാകും. ഘടകകക്ഷികളെ സംബന്ധിച്ച്, ഘടകകക്ഷികളുടെ JDU-വിനെ പ്രതിനിധീകരിച്ച് ലല്ലൻ സിംഗ് ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ചിരാഗ് പാസ്വാൻ ഉണ്ട്. HD കുമാരസ്വാമി ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തും. ജിതിൻ റാം മാഞ്ചി അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. പ്രഫുൽ പട്ടേൽ അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 12 മുതൽ 15 വരെ സ്ഥാനങ്ങൾ ഇതിനകം ഈ ഘടകകക്ഷി നേതാക്കൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് 12 മുതൽ 15 വരെ മന്ത്രിമാർ ഘടകകക്ഷികൾക്ക് ഉണ്ടാകും എന്നതാണല്ലോ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സ്വാഭാവികമായും നമുക്ക് ഈ ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ
കുറെ കൂടി കഴിഞ്ഞ് അതിൽ വ്യക്തത ഉണ്ടാകും. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംഘടനാ സംവിധാനങ്ങളിൽ വലിയ അഴിച്ചുപണിയെക്കുറിച്ചൊക്കെ BJP ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമിത്ഷാ ഈ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഏതായാലും ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ അമിത്ഷാ ഉണ്ടെങ്കിൽ തന്നെ പഴയതുപോലെ ആഭ്യന്തര വകുപ്പായിരിക്കുമോ കൈകാര്യം ചെയ്യുക എന്നതിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഘടകകക്ഷികൾ ഈ നിർണായക മന്ത്രിസഭയിൽ കൂടുതൽ വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം ക്ലെയിം വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ? ഈ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ അത് കൈമാറാൻ സാധിക്കില്ല എന്ന നിലപാട് നേരത്തെ BJP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവർക്ക് താല്പര്യമുള്ള മറ്റ് വകുപ്പുകൾ, ഇപ്പോൾ ഈ നഗരാസൂത്രണം, TDPയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്ന വകുപ്പുകളുടെ കൂട്ടത്തിലൊന്നാണ് നഗരാസൂത്രണം ഉൾപ്പെടുന്ന വകുപ്പ്. അങ്ങനെയുള്ള വകുപ്പുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാമെന്നാണ് BJP ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്രകാരമുള്ള ചർച്ചകളും കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതനുസരിച്ച് ആർക്കൊക്കെയാണ് പോർട്ട്ഫോളിയോ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ അതും രാഷ്ട്രപതി ഭവന് കൈമാറിയിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, സാധാരണ എങ്ങനെയാണ് ഗോപി, ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഷ്ട്രപതി ഭവന് ഈ പോർട്ട്ഫോളിയോ ഓരോ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പോർട്ട്ഫോളിയോ ഓരോ ആളുകൾക്കും നൽകിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരമായിരിക്കും ഈ നടപടി ഉണ്ടാവുക. ചില കാര്യങ്ങൾ ഗോപി ചോദിച്ചതിന് അനുബന്ധമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ പ്രഫുൽ പട്ടേൽ മന്ത്രിസഭയിലുണ്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ മന്ത്രിസഭയിലുണ്ട്. രണ്ടുപേരും ഈ വ്യോമയാന വകുപ്പ് കൈകാര്യം ചെയ്ത് പ്രാഗൽഭ്യം അവരുടേതായിട്ട് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആർക്ക് പുതിയ വകുപ്പ് നൽകും, അഥവാ മറ്റേത് വകുപ്പിലേക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച അത് വിശദമായിട്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. തൽക്കാലം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ തർക്കം വന്നിട്ടുള്ള വകുപ്പുകളിൽ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊരു ധാരണയിലേക്കാണ് അവസാനം എത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന. നേരത്തെ സൂചിപ്പിച്ചു സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഡൽഹിയിൽ തന്നെ തങ്ങിയിട്ടില്ല. മറ്റു പലരും ചെയ്തതുപോലെ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഈ കൈമാറിയിരിക്കുന്ന പട്ടികയിൽ 5-ാം സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ട് എന്നാണല്ലോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി സുരേഷ് ഗോപിയെ പരിഗണിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം സുരേഷ് ഗോപി ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ള, മന്ത്രിയാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാറായിട്ടില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇല്ല ഗോപി. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ അവിടുന്ന് പുറപ്പെട്ടാൽ പോലും ഡൽഹിയിലെത്താവുന്ന ഒരു സാവകാശമുണ്ട്. അതിൻ്റെ ഒരു എപ്പോഴാണ് അദ്ദേഹം പുറപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അദ്ദേഹത്തിന് ടെലിഫോണിൽ ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെയും ടെലിഫോൺ ബന്ധത്തിൽ അങ്ങനെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 12 മണിക്ക് പുറപ്പെടുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അഥവാ 12 മണിക്ക് പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഡൽഹിയിലെത്താനും സത്യപ്രതിജ്ഞ 7:15 നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനും സാധിക്കും. ഇനി അടിയന്തരമായിട്ടുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ഡൽഹിയിലേക്ക് എത്തിക്കാൻ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നൽകാൻ നമ്മുടെ വായുസേനയ്ക്ക് സാധിക്കുന്നതേയുള്ളൂ. കാരണം രാഷ്ട്രപതിയുടെ വിജ്ഞാപനം അനുസരിച്ച് ഡൽഹിയിലേക്ക് എത്താൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ ഡൽഹിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ സേനാ വിഭാഗങ്ങളുടെ കൂടി ഒരു ചുമതലയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു സജ്ജീകരണവും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏർപ്പെടുത്താവുന്നതേ ഉള്ളൂ. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലാണ് അദ്ദേഹം നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഗോപി ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കേരളത്തെക്കാൾ കൂടുതൽ പരിഗണന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തമിഴ്നാടിന് നൽകിയിരുന്നു. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ഈ ചെങ്കോലടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ലോക്സഭയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ BJPക്ക് നിലയുറപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. കാരണം ഈ VHPയുടെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തമിഴ്നാട് ചെലുത്തിയ സ്വാധീനം, ഈ ഹിന്ദുത്വ അജണ്ട രൂപപ്പെടുന്നതിൽ തമിഴ്നാട്ടെ രാമനാഥപുരത്ത് നടന്ന ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, ഇതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്ന വിധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ താല്പര്യത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഫലിച്ചില്ല. പക്ഷേ കേരളത്തിൽ 3 സീറ്റുകളൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിലും ഒരു സീറ്റ് വിജയിക്കാനായി എന്നുള്ളത് BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് കേരളത്തിൽ താമര വിരിയിക്കാനായത് വലിയ നേട്ടമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഈ
പ്രസംഗത്തിൽ അദ്ദേഹത്തെ സഭാ നേതാവായി തെരഞ്ഞെടുത്ത പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ജമ്മു കാശ്മീരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ പ്രവർത്തകർ കേരളത്തിലെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരിൽ പലരും അവർക്ക് ജീവൻ പോലും നൽകേണ്ടി വന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ വിധത്തിൽ ഉള്ള ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ നരേന്ദ്രമോദിക്ക് മണിക്കൂറുകൾ കൊണ്ട് വാക്കുകൾ മാറ്റാൻ സാധിക്കില്ല. ആ ഓർമ്മകൾക്ക് അദ്ദേഹത്തിന് ആദരവ് നൽകിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനം ഒരുപക്ഷെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന താല്പര്യം തന്നെയായിരിക്കും ഈ BJP ദേശീയ നേതൃത്വത്തിന്. ഒരുപക്ഷെ എന്തെങ്കിലും തൽക്കാലത്തുണ്ടായിട്ടുള്ള ആശയവിനിമയത്തിലെ ഏതെങ്കിലും ഒരു കുഴപ്പമായിരിക്കാം അദ്ദേഹത്തിന് അവിടെ തന്നെ കേരളത്തിൽ തന്നെ തുടരുന്ന വിധത്തിലേക്ക് വന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഒരുപക്ഷെ അല്പസമയത്തിനകം വ്യക്തതയുണ്ടാവുകയും ചെയ്യും. ഗോപി, ശരി. അതോടൊപ്പം തന്നെ RK, ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ RK തന്നു. അതോടൊപ്പം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നുണ്ട്. നമുക്കിനി ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് RK നൽകാനുള്ളത്? 7:15 രാഷ്ട്രപതി ഭവനിലാണല്ലോ സത്യപ്രതിജ്ഞ ചടങ്ങ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടോ ഇത്തവണ? ഗോപി, ഈ സത്യപ്രതിജ്ഞ ഏതാണ്ട് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ BJP ഒരുങ്ങിയിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അവർ പക്ഷെ പ്ലാൻ ചെയ്തിരുന്നത് ഇപ്രകാരമായിരുന്നില്ല. കർത്തവ്യപഥിൽ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് ഈ 9,000 പേരല്ല, സാധ്യമാകുന്ന ഏറ്റവും വലിയൊരു സദസ്സിനെ മുൻനിർത്തി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ലോക നേതാക്കളല്ലാതെ ഫ്രാൻസിന്റെ അടക്കമുള്ള രാഷ്ട്രത്തലവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് അവിടെ നടത്തുന്നതിൻ്റെ ഒരു പ്രസക്തി പിന്നീട് BJP ആലോചിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാഷ്ട്രപതി ഭവന്റെ ഫോർകോർട്ടിൽ കഴിഞ്ഞ 2 തവണ നടത്തിയതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് ഈ കർത്തവ്യപഥിൽ നിന്നുള്ള സത്യപ്രതിജ്ഞ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഈ കർത്തവ്യപഥിൽ നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ഭവനിലേക്ക് മാറ്റിയ ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു തിരക്ക്, അത് നമുക്ക് ഈ ഒരുക്കങ്ങളിൽ വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ തവണ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഏതാണ്ട് 1 മാസത്തോളം ഒക്കെ എടുത്തതിന് ശേഷമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. ആ ഒരു സാവകാശം ഇത്തവണ ഉണ്ടായില്ല. മാത്രമല്ല, ഘടകകക്ഷി നേതാക്കളിൽ JDU-വും ഒപ്പം TDP-യും സത്യപ്രതിജ്ഞ വേഗത്തിൽ വേണം, പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ വേഗത്തിൽ വേണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹം 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അത് 12-ാം തീയതിയിലേക്ക് മാറ്റിയത് തന്നെ ഈ വിധത്തിൽ വേഗത്തിൽ ഡൽഹിയിൽ സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തട്ടെ എന്ന 3-ാം തവണ നരേന്ദ്രമോദി നടത്തട്ടെ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കൊണ്ടുള്ള ചില കുഴപ്പങ്ങൾ ഈ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും നിലവിലുള്ള സംവിധാനത്തിൽ രാഷ്ട്രപതി ഭവനിൽ ഫോർകോർട്ടിൽ ഏതാണ്ട് 9,000-ഓളം പേർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ ഉള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. അതിൽ സമൂഹത്തിന്റെ BJP-യുടെ ജില്ലാ പ്രസിഡന്റുമാർ മുതൽ ഈ ഉള്ള ഭാരവാഹികൾക്ക് ഇവിടേക്ക് ക്ഷണമുണ്ട്. ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും പ്രത്യേകം ദേശീയ ആസ്ഥാനത്ത് നിന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അവർ എല്ലാവരും ഇവിടേക്ക് എത്തുമെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്. ഇതിനൊപ്പം സമൂഹത്തിന്റെ നാനാതുറകളിൽ പെട്ടിട്ടുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഈ കർത്തവ്യപഥ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത തൊഴിലാളികളുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുണ്ട്. ഈ മൻ കി ബാത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ട്. ഒപ്പം വിവിധ വികസന പദ്ധതികളുടെ ക്ഷേമ ഉപഭോക്താക്കളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ 3-ാം സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു.